ഇന്ന് ഡിസംബർ 18 അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനം. ലോകഭാഷയായ അറബിക്കിന് ഐക്യരാഷ്ട്ര സംഘടനയുടെ അംഗീകാരം ലഭിച്ചിട്ട് 51 വർഷം പൂർത്തിയാവുകയാണ്. ദിനംപ്രതി വളർന്നുകൊണ്ടിരിക്കുന്ന പ്രധാന ഭാഷകളിലൊന്നാണ് അറബിക്. 28 രാജ്യങ്ങളിലായി 422 മില്യൺ ജനങ്ങൾ അറബി ഭാഷ ഉപയോഗിക്കുന്നു. 162 മില്യണിലധികം മുസ്ലിങ്ങൾ മതപരമായ ആവശ്യങ്ങൾക്ക് അറബി ഭാഷയെ ആശ്രയിക്കുന്നുണ്ട്. മുസ്ലിങ്ങളല്ലാത്ത അനേകം പേരും അറബിക് മാതൃഭാഷയായി ഉപയോഗിക്കുന്നുണ്ട്. ഐക്യരാഷ്ട്ര സംഘടന അംഗീകരിച്ച 6 ഔദ്യോഗിക ഭാഷകളിൽ ഒന്നാണ് അറബിക്. ഫ്രഞ്ച്, റഷ്യൻ, ഇംഗ്ലീഷ്, സ്പാനിഷ്, ചൈനീസ് എന്നിവയാണ് മറ്റു ഭാഷകൾ. 1973 ഡിസംബർ 18 ചേർന്ന ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയാണ് അറബിക് ഭാഷയെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചത്. 2010 മുതൽ ഡിസംബർ 18 അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനമായി ആചരിച്ചു വരുന്നു. ലോകമെമ്പാടുമുള്ള 460 ദശലക്ഷത്തിലധികം ആളുകൾ സംസാരിക്കുന്ന ആശയസമ്പുഷ്ടത കൊണ്ടും പദസമ്പത്ത് കൊണ്ടും മികവുറ്റ അറബിക് കേരളത്തിൽ 1911 മുതൽ ഔപചാരികമായി പഠിപ്പിച്ചു വരുന്നുണ്ട്. മലയാളികൾക്കിടയിലെ അറബി ഭാഷയുടെ സ്വാധീനഫലമായി അറബി മലയാളം എന്ന ഭാഷ നേരത്തെ തന്നെ ഈ മണ്ണിൽ ഉടലെടുത്തിരുന്നു. മദ്രസകളിലും പള്ളി ദർസുകളിലും മാത്രമായിരുന്നു മുമ്പ് അറബിക് പഠനമെങ്കിൽ പിന്നീട് കേരളത്തിലെ നിരവധി സ്കൂളുകളിൽ 1-ാം ക്ലാസ് മുതൽ ഒരു വിഷയമായി പഠിപ്പിക്കാൻ തുടങ്ങി. അറബിക് ഭാഷയ്ക്കും സാഹിത്യത്തിനും ഇന്ത്യ പൊതുവിലും കേരളം പ്രത്യേകിച്ചും വലിയ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. അറബി മുഖ്യ വിഷയമായി ബിരുദാനന്തര ബിരുദ കോഴ്സുകളും ഗവേഷണ സൗകര്യങ്ങളും കേരളത്തിലെ വിവിധ സർവകലാശാലകളിലുമുണ്ട്. JNU ഉൾപ്പെടെ രാജ്യത്തെ പ്രമുഖ സർവകലാശാലകളിലും അറബിക് പഠനത്തിന് മികച്ച സൗകര്യങ്ങളുണ്ട്. അറബി ഭാഷയിൽ മികച്ച പരിജ്ഞാനമുള്ളവർക്ക് വിദേശ രാജ്യങ്ങളുടെ എംബസികളിൽ ഏറെ തൊഴിൽ സാധ്യതകളുണ്ട്. തൊഴിൽ ഉപരിപഠന സാധ്യതകളുടെ വെളിച്ചത്തിൽ അറബിക്കിന് പ്രാധാന്യം നൽകിയുള്ള നഴ്സറി ക്ലാസുകൾ മുതൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാനുള്ളവർക്ക് തയ്യാറെടുപ്പിനുള്ള പ്രത്യേക കോഴ്സുകൾ വരെ ഇവിടെ നടക്കുന്നു. ഈ വളർന്നുകൊണ്ടിരിക്കുന്ന ഭാഷയുടെ പഠിതാവ് എന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം.